Good afternoon, good morning, good morning. എല്ലാവരും ആക്കിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് അല്ലേ? ഓക്കെ. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെബ് ടു എസ് ആർ ആണ്. വെബ് ടു എസ് ആർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ഓർഡർ റിലേറ്റഡ് കംപ്ലൈന്റ്സ് വരുമ്പം സർവീസ് റിക്വസ്റ്റ് രജിസ്റ്റർ ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് നെയിം കറക്ഷൻ ചെയ്യാനും ഫോൺ നമ്പർ കറക്ഷൻ, ഇമെയിൽ ഐ ഡി അപ്ഡേഷൻ, പാൻ അപ്ഡേഷൻ, IFSC കോഡ് അഡീഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് റിക്വസ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, സർവീസ് റിക്വസ്റ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, സർവീസ് റിക്വസ്റ്റില് നമുക്ക് മൊബൈൽ ആപ്പ് വഴി എന്തൊക്കെ ആക്സസ് ഉണ്ട്, ഇനി ഇത് നമുക്കാണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, നമ്മുടെ ഡൗൺലൈൻസിനൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാവോ? എന്റെ വോയിസ് ഒഡിബിൾ ആണോ? കേൾക്കാം മാം, ക്ലിയർ ആണ്. താങ്ക് യു മാം. ഇതില് ഇക്കൂട്ടത്തില് എത്ര പേര് സർവീസ് റിക്വസ്റ്റ് നമ്മൾ കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്? നെയിം കറക്ഷൻ അല്ലെങ്കിൽ ഓർഡർ റിലേറ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്? ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓക്കെ. അതായത് ഇപ്പോ നമുക്ക് സർവീസ് റിക്വസ്റ്റ് ക്രിയേഷൻ ആപ്പ് ത്രൂവും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, വെബ്സൈറ്റ് ത്രൂവും സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ആപ്ലിക്കേഷൻ ത്രൂ ക്രിയേറ്റ് ചെയ്യാം, വെബ്സൈറ്റ് ത്രൂ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇതില് ഇപ്പം എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആപ്ലിക്കേഷൻ ആയിരിക്കും. വെബ്സൈറ്റ് അധികം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ആപ്ലിക്കേഷൻ ത്രൂ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ രണ്ടും പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ ത്രൂ എങ്ങനെയാണ് സർവീസ് റിക്വസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും വെബ്സൈറ്റ് ത്രൂ എങ്ങനെയാണ് സർവീസ് റിക്വസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും നമ്മൾ പറയണം. ഓക്കെ. ആദ്യം ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇത് മോദി കെയറിന്റെ ആപ്ലിക്കേഷന്റെ ആണ് ഷെയർ ചെയ്യുന്നത്. ഇതില് ആദ്യം നമ്മള് സൈറ്റിൽ ലോഗിൻ ചെയ്തു അല്ലെ? ഇങ്ങനെ ആയിരിക്കുമല്ലോ സ്ക്രീൻ. സ്ക്രീൻ കാണാമല്ലോ അല്ലെ? കാണാവോ? ന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന സ്ക്രീന് നമ്മുടെ MCA നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. MCA നമ്പർ ചോദിച്ചിരിക്കുന്നിടത്ത് നമ്മളുടെ കൺസൾട്ടന്റിന്റെ MCA നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഇനി അല്ല പാസ്വേഡ് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ തൊട്ടടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട്. അവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുത്ത് ഗെറ്റ് OTP കൊടുത്താൽ OTP നമുക്ക് ഫോണിൽ വരും. OTP വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ലോഗിൻ ചെയ്യാം. ഇങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്ക്രീൻ ഇതുപോലെ നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഡാഷ്ബോർഡ് ഇങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് വരും. MCA നമ്പറും പാസ്വേഡും കൊടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മോദി കെയറിന്റെ പേജ് ഓപ്പൺ ആയിട്ട് വന്നു. പേജ് ഓപ്പൺ ആയിട്ട് വന്ന് നമ്മൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ടോ, ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഉണ്ട്. കണ്ടോ? ആക്ഷൻസിനകത്ത് സ്പോൺസറിങ്, സെൻഡ് ഇൻവൈറ്റ്, സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സർവീസ് റിക്വസ്റ്റ്. ഈ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കറക്ഷൻസ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഈ സർവീസ് റിക്വസ്റ്റ് ഓപ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ നെക്സ്റ്റ് പോവാം, ഞാൻ കാണിച്ചു തരാം. സർവീസ് റിക്വസ്റ്റ് ഓപ്ഷൻ പോയാൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. സർവീസ് റിക്വസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ എവിടെയാണ് സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പലർക്കും ഡൗട്ട് വരുന്നത്. ഈ ഒരു പോർഷനിൽ എവിടെയാണ് സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ? അതായത് ഇവിടെ ഈ ഒരു ഓറഞ്ച് കളറിൽ ഒരു ലൈൻ കണ്ടോ, 2 വര പൊട്ടിക്കുന്നുണ്ടോ? ഈ വരയിൽ ക്ലിക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ സർവീസ് റിക്വസ്റ്റ് ഓപ്ഷനിൽ ഈ പറഞ്ഞ സർവീസ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സർവീസ് റിക്വസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. സർവീസ് റിക്വസ്റ്റ് ലിസ്റ്റിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് വര ലെഫ്റ്റ് സൈഡ് മുകളിൽ ഉണ്ടാവും. അതില് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. സർവീസ് റിക്വസ്റ്റ് ലിസ്റ്റ്, ക്രിയേറ്റ് സർവീസ് റിക്വസ്റ്റ് എന്ന് പറയും. കണ്ടോ?
അപ്പൊ ഇവിടുന്ന് നമ്മൾ ക്രിയേറ്റ് സർവീസ് റിക്വസ്റ്റ് കൊടുക്കണം. ക്രിയേറ്റ് സർവീസ് റിക്വസ്റ്റ് കൊടുത്ത ഉടനെ നെക്സ്റ്റ് പേജ് വരുന്നത് സബ്മിറ്റ് റിക്വസ്റ്റ്. നമ്മുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ചോദിക്കും. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ, ഈ ഒരു ഓപ്ഷൻ ആക്കുമെന്ന് വേണം നമുക്ക് എന്താണോ കറക്ഷൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാൻ. എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് അവിടുന്ന്? ഓക്കെ, മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ഉണ്ട്, പാൻ അപ്ഡേറ്റ് ഉണ്ട്, നെയിം കറക്ഷൻ ഉണ്ട്, അത് ഓർഡർ റിലേറ്റഡ്, അതായത് ഷോർട്ടേജ്, ഡാമേജ്, അതുപോലുള്ള എന്താ പറയുക ഓർഡർ ക്യാൻസലേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഫോം 16 അപ്ഡേറ്റ്, IFSC കോഡ് അപ്ഡേറ്റ്, റെക്കഗ്നീഷൻ മെറ്റീരിയൽ, പ്ലാറ്റിനം ആൻഡ് അബോവ്, DP ക്ലോഷർ. അത് കൺസൾട്ടന്റ് ആണെങ്കിൽ റിസൈൻ ആസ് എ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് സർവീസ് റിക്വസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി ഈ സർവീസ് റിക്വസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഒന്നും കൂടെ പറയാം, ഇത്രയും പറഞ്ഞത്. നമ്മൾ ആദ്യം മോദി കെയറിന്റെ ആപ്പിനകത്ത് ലോഗിൻ ചെയ്യും. MCA നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. അത് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴെ വരുമ്പം ആക്ഷൻസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങില് കണ്ടോ, ഇതുപോലെ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആക്ഷൻസ് എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ ഓപ്ഷൻ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. ഈ സർവീസ് റിക്വസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സർവീസ് റിക്വസ്റ്റ് ലിസ്റ്റ് വരും. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഓറഞ്ച് കളറിലെ 2 ലൈൻ കാണും. ആ ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ആ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് സർവീസ് റിക്വസ്റ്റ് എന്ന് കാണിക്കും. അതായത് പുതിയ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പുതിയ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നെക്സ്റ്റ് പേജിൽ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ചോദിക്കും. അതായത് ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമുക്ക് വേണ്ട കറക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് കണ്ടോ, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ്, പാൻ അപ്ഡേറ്റ്, നെയിം കറക്ഷൻ, ഓർഡർ റിലേറ്റഡ്, ഫോം 16 അപ്ഡേറ്റ്, IFSC, റെക്കഗ്നീഷൻ മെറ്റീരിയൽ, അത് DP ആണെങ്കിൽ DP ക്ലോഷർ, അല്ലാണ്ട് കൺസൾട്ടന്റ് ആണെങ്കിൽ റിസൈൻ ആസ് എ കൺസൾട്ടന്റ്. ഇത്രയും ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇനി എങ്ങനെയാണ് കറക്ഷൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് നമ്മൾ മോദി കെയറിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യും. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ഞാൻ ആദ്യം തൊട്ട് കാണിച്ചു തരാം. നമ്മൾ മോദി കെയറിന്റെ വെബ്സൈറ്റ് എടുക്കുന്നു. www.modicare.com. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ സൈൻ ഇൻ ഓപ്ഷൻ ചോദിക്കും. നമ്മുടെ നേരത്തെ ആപ്പിൽ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ നമ്മുടെ MCA നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ഇതിൽ സൈൻ ഇൻ ചെയ്യുന്നു. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഹോം ഷോപ്പിന്റെ പുതിയ ലോഞ്ച് ആണ്. അപ്പൊ ഹോം ഷോപ്പിന്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും. അത് കഴിഞ്ഞ് ഇതിനകത്ത് നമുക്ക് താഴെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഹെഡ്സെറ്റിന്റെ പടമുള്ള ഓപ്ഷൻ കണ്ടോ, സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം. സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സർവീസ് റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. സർവീസ് റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഗെയിൻ സർവീസ് റിക്വസ്റ്റ് ലിസ്റ്റ് വരും. നമ്മൾ എന്താ ചെയ്ത നേരത്തെ? ക്രിയേറ്റ് സർവീസ് റിക്വസ്റ്റ് പറഞ്ഞില്ലേ, സെയിം അതുപോലെ തന്നെ ക്രിയേറ്റ് സർവീസ് റിക്വസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. ക്രിയേറ്റ് സർവീസ് റിക്വസ്റ്റ് എടുത്തപ്പോൾ നമ്മൾ സബ്മിറ്റ് റിക്വസ്റ്റ് നേരത്തെ കണ്ടില്ലേ ആപ്പിനകത്ത്? എന്തൊക്കെയാ കണ്ടേ? സെയിം ഓപ്ഷൻ തന്നെ, വ്യത്യാസം ഒന്നുമില്ല. മൊബൈൽ ആൻഡ് ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ്, പാൻ അപ്ഡേറ്റ്, നെയിം കറക്ഷൻ, ഓർഡർ റിലേറ്റഡ്, ഫോം 16 അപ്ഡേറ്റ്, IFSC കോഡ് അപ്ഡേറ്റ്, റെക്കഗ്നീഷൻ മെറ്റീരിയൽ, DP ക്ലോഷർ. ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഓക്കെ, സപ്പോസ് ഇപ്പൊ എനിക്ക് ഫോൺ നമ്പർ ആണ് ക്ലിയർ ചെയ്യേണ്ടത്, ഫോൺ നമ്പർ ആണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഫോൺ നമ്പർ കറക്റ്റ് ചെയ്യുന്നതിന് ഞാനത് സെലക്ട് ചെയ്തു. ഇപ്പൊ എന്താ പറ്റി? 2 ഓപ്ഷൻ വന്നു എനിക്ക്. എന്തൊക്കെ ഓപ്ഷൻ വന്നേ? സെൽഫും വന്നു, ഡൗൺലൈനും വന്നു. അതായത് ഇപ്പൊ ഞാൻ എന്റെ ഫോൺ നമ്പർ ആണ് തിരുത്തേണ്ടതെങ്കിൽ ഞാൻ സെൽഫ് ഓപ്ഷൻ ചൂസ് ചെയ്യും. ഇനി അല്ല എന്റെ ഡൗൺലൈന് വേണ്ടിയിട്ടാണ് എനിക്ക് കറക്ഷൻ ചെയ്യേണ്ടതെങ്കിൽ ഇവിടുന്ന് ഡൗൺലൈൻ ഓപ്ഷൻ ചൂസ് ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? അയ്യോ, സ്ക്രീൻ കാണാമോ? താങ്ക് യു. അപ്പം ഇതിപ്പം എനിക്കാണ് കറക്ഷൻ വരുത്തേണ്ടത്, എന്റെ പേജാണ് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് സെൽഫ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി എന്റെ ഡൗൺലൈനിന്റെ ഫോൺ നമ്പർ ആണ് അല്ലെങ്കിൽ എന്റെ ഡൗൺലൈനിന്റെ ഇമെയിൽ ഐ ഡി ആണ് തിരുത്തേണ്ടതെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഡൗൺലൈൻ ഓപ്ഷൻ ചൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പം ഇതിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ സെൽഫ് കാണിക്കാം. അതായത് ഇപ്പം
എന്റെ ഫോൺ നമ്പറാണ് എനിക്ക് തിരുത്തേണ്ടത്. എന്റെ ഫോൺ നമ്പർ തിരുത്തണമെങ്കിൽ ഇവിടെ എന്റെ MCA നമ്പർ ഓൾറെഡി ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഐ ഡി ആണ്. നമുക്ക് ലൈവ് ഐ ഡിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് കാണിക്കുന്നത്. അപ്പൊ ഈ ഇതിൽ ഓൾറെഡി ഇപ്പൊ ഒരു ടെസ്റ്റ് ഐ ഡി കിടപ്പുണ്ട്. ഇവിടെ ഞാനിപ്പോ സപ്പോസ് എന്റെ ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഈ എന്റർ ന്യൂ മൊബൈൽ നമ്പർ എന്ന് ചോദിച്ചേക്കുന്നിടത്ത് ഞാൻ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കും. വാലിഡേറ്റിംഗ് ഇൻഫോ വാലിഡേറ്റ്. ഓക്കെ. ഇനി ഇമെയിൽ ഐ ഡി, ഇവിടെ എനിക്ക് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. shruti@gmail.com. എന്റെ മെയിൽ ഐ ഡി എന്താണോ അതെനിക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് ചൂസ് ഫയൽ, നോ ഫയൽ ചോദിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഫയൽ ചൂസ് ചെയ്യാം. എന്താ ഫയലാ? സിഗ്നേച്ചർ പ്രൂഫ് ഓഫ് ദ കൺസൾട്ടന്റ്. ആരുടെയാണോ ഫോൺ നമ്പർ തിരുത്തുന്നത് അവരുടെ സിഗ്നേച്ചർ പ്രൂഫ് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സിഗ്നേച്ചർ പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കൺസൾട്ടന്റിന് എന്ത് ഡോക്യുമെന്റ് ആണോ കൊടുക്കേണ്ടത് അതിന്റെ ഇൻഫർമേഷനും ഈ ഒരു പേജിലുണ്ട്. നമ്മളിപ്പോ ഒരാളെ വിളിച്ചിട്ട് ഫോൺ നമ്പർ കറക്ഷൻ എന്തൊക്കെ ഡോക്യുമെന്റാ വേണ്ടത് എന്ന് അന്വേഷിക്കേണ്ട കാര്യം വരുന്നില്ല. അല്ലെങ്കിൽ സിഗ്നേച്ചർ പ്രൂഫ് ആയിട്ട് എനിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അത് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ സിമ്പിൾ ഉണ്ട്, ഇവിടെ ഉണ്ടോ, ഇവിടെ കർസർ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ചെയ്ത് അവിടെ ടച്ച് ചെയ്താൽ, ഫോണിലാണെങ്കിൽ അവിടെ ടച്ച് ചെയ്താൽ കാണിക്കും എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പാൻ കാർഡ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം. ഇത് മൂന്നില് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് എനിക്ക് സിഗ്നേച്ചർ പ്രൂഫ് ആയിട്ട് കൊടുക്കാം. എന്റെ ഐ ഡിയിൽ എന്റെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് എന്റെ ഒരു സിഗ്നേച്ചർ പ്രൂഫ് മാത്രം മതി, വേറെ ഒരു ഡോക്യുമെന്റ് ചോദിക്കുന്നില്ല. ഓക്കെ. ആ ഡോക്യുമെന്റ് 12 MB കൂടാൻ പാടില്ല. 12 MB ആണ് ഫയൽ സൈസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ദ ഫയൽ സൈസ് ഷുഡ് നോട്ട് എക്സീഡ് 12 MB. ഓക്കെ. 12 MB കൂടിയ ഫയൽ സൈസ് ആവാൻ പാടില്ല. എന്റെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് എന്റെ ഒരു എന്റെ ഒരു സിഗ്നേച്ചർ പ്രൂഫ് മാത്രം മതി. സിഗ്നേച്ചർ പ്രൂഫ് എന്ന് പറയുന്നത് ഒന്നുകിൽ പാൻ കാർഡ് ആകാം, അല്ലെങ്കിൽ പാസ്പോർട്ട് ആകാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആകാം. ഇതിലെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഈ ചൂസ് ഫയലിന് ചോദിച്ചേക്കുന്നിടത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫോണിൽ കൂടെ ചെയ്യുവാണ്, ചൂസ് ഫയൽ ചോദിക്കുകയാണെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ നമ്മുടെ ഗാലറി പോകും. ഗാലറി നമ്മൾ ഫോണിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഫയൽ ചൂസ് ചെയ്യാൻ ചോദിക്കുന്നിടത്ത് നമ്മൾ ആ ഗാലറിയിൽ പോയി ഇപ്പൊ ഏതാണ് പാൻ കാർഡിന്റെ ഫോട്ടോ ആണ് എടുത്തേക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു SR നമ്പർ കിട്ടും, സർവീസ് റിക്വസ്റ്റ് നമ്പർ കിട്ടും എനിക്ക്. ഓക്കെ. എന്റെ ഐ ഡിയിൽ കയറി എന്റെ ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ആഡ് ചെയ്ത കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്റെ സിഗ്നേച്ചർ പ്രൂഫ് ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ഓക്കെ. അത് കൊടുത്തു, ഞാൻ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത റിക്വസ്റ്റ് 48 മണിക്കൂറിനുള്ളിൽ പ്രോസസ് ചെയ്യും. ഇനി ഇത് എന്റെ അപ്ഡേറ്റ് ചെയ്ത കാര്യം പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ എനിക്ക് എന്റെ ഡൗൺലൈൻ്റെത് അപ്ഡേറ്റ് ചെയ്യണം. എന്റെ ഡൗൺലൈൻ്റെത് ഇപ്പൊ നമുക്ക് സാധാരണ വരുന്ന ക്വയറീസ് എന്താന്ന് വെച്ചാല്, മാഡം കൺസൾട്ടന്റിൻ്റെത് കിട്ടി, അതായത് ഞാൻ ജോയിൻ ചെയ്യിച്ചു, ആളുടെ MCA നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടി, പക്ഷേ ഡൗൺലൈനിന്റെ ഫോൺ നമ്പർ തെറ്റിപ്പോയി. അവർക്ക് പാസ്വേഡ്, ഫോൺ നമ്പർ തെറ്റായതുകൊണ്ട് പാസ്വേഡ് ഒന്നും വരുന്നില്ല, ഐ ഡിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ നമ്മുടെ ഡൗൺലൈൻസിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഏത് ഓപ്ഷനില്? ഞാനിപ്പോ ഇവിടെ സെൽഫ് യൂസ് ചെയ്തതിന് പകരം ഇവിടെ ഡൗൺലൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ ഡൗൺലൈൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ MCA നമ്പർ ചോദിക്കും ഓട്ടോമാറ്റിക്കലി. നമുക്ക് അവരുടെ MCA നമ്പർ അറിയാമല്ലോ, നമ്മൾ ലോഗിൻ ചെയ്ത നമ്മുടെ താഴെ ജോയിൻ ചെയ്ത കൺസൾട്ടന്റ് അല്ലേ. അപ്പൊ നമുക്ക് അവരുടെ MCA നമ്പർ അറിയാം. MCA നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ പേര് വരും. ഞാനിവിടെ എന്തെങ്കിലും കൊടുത്താൽ ഇപ്പുറത്തൊന്നും വരത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ഐ ഡി ആയതുകൊണ്ട് അതിനകത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കൺസൾട്ടൻസ് അവരുടെ ഐ ഡിയിൽ നോക്കിയാല് MCA നമ്പർ ആരുടെയാണോ കൊടുക്കുന്നത്, നമ്മുടെ ഡൗൺലൈനുള്ള ആളാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ പേര് ഇവിടെ കാണിക്കും. ഇനി അവരുടെ കറക്റ്റ് ഫോൺ നമ്പർ എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. മാൻഡേറ്ററി അല്ല, ഇമെയിൽ ഐ ഡി ആ സമയത്ത് അവർക്ക് ആഡ് ചെയ്യണം എന്നെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ജോയിനിങ് ടൈമിൽ തന്നെ കൊടുക്കാറുണ്ട്. ഓക്കെ. അതിനുശേഷം ഇതിന്റെ താഴെ
വ്യത്യാസം എന്താ ചോദിച്ചേക്കുന്നത്? ഇപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. എന്തൊക്കെയാ ചോദിച്ചേക്കുന്നത് ഇതിനകത്ത്? റിക്വസ്റ്റ് ലെറ്റർ ഫ്രം ദ കൺസൾട്ടന്റ്. പിന്നെന്താ ചോദിച്ചേക്കുന്നത്? സിഗ്നേച്ചർ പ്രൂഫ് ഓഫ് ദ കൺസൾട്ടന്റ്. ഇവിടെ സെൽഫ് എടുത്തപ്പോ എന്ത് മാത്രം മതിയായിരുന്നു? സിഗ്നേച്ചർ പ്രൂഫ് മാത്രം മതിയായിരുന്നു. ഇവിടെ ഡൗൺലൈൻ സെലക്ട് ചെയ്തപ്പം ഡൗൺലൈനിന്റെ റിക്വസ്റ്റ് ലെറ്ററും വേണം, സിഗ്നേച്ചർ പ്രൂഫും വേണം. ഓക്കെ, കാരണം സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ആള് പറഞ്ഞിട്ടാണോ, ആളുടെ സമ്മതത്തോടു കൂടി തന്നെയാണോ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുന്നത്? കാരണം സിഗ്നേച്ചർ പ്രൂഫിനകത്ത് സൈനും നമ്മൾ എഴുതി സൈൻ ചെയ്യുന്ന റിക്വസ്റ്റ് ലെറ്ററിനകത്ത് സൈനും തമ്മിൽ വാലിഡേറ്റ് ചെയ്യും. അതില് മിസ്മാച്ച് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഈ ഡൗൺലൈനിന്റെ ഫോൺ നമ്പർ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് വേണ്ട ഡോക്യുമെന്റ് ആണ് റിക്വസ്റ്റ് ലെറ്റർ ഫ്രം ദ കൺസൾട്ടന്റ്, സിഗ്നേച്ചർ പ്രൂഫ് ഓഫ് ദ കൺസൾട്ടന്റ്. സിഗ്നേച്ചർ പ്രൂഫ് എന്തൊക്കെയാ? നമ്മൾ നേരത്തെ പറഞ്ഞു, പാൻ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ. ഈ മൂന്നില് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ സിഗ്നേച്ചർ പ്രൂഫ് ആയിട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. എന്റെ ഐഡിയിൽ കയറി എനിക്ക് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ എന്ത് ഡോക്യുമെന്റ് വേണ്ടേ? എന്റെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ സിഗ്നേച്ചർ പ്രൂഫ്. വെരി ഗുഡ്. ഇനി എന്റെ ഐഡിയിൽ കയറി എന്റെ ഡൗൺലൈനിന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റാ വേണ്ടേ? റിക്വസ്റ്റ് ലെറ്ററും സിഗ്നേച്ചർ പ്രൂഫും. റിക്വസ്റ്റ് ലെറ്ററും സിഗ്നേച്ചർ പ്രൂഫും. വെരി ഗുഡ്. ഇത് എല്ലാം കറക്ഷനും ഈ ശ്രദ്ധിക്കുക, ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി കറക്ഷന് എന്ത് കറക്ഷൻ ചെയ്താലും ആ റിക്വസ്റ്റ് ലെറ്ററിൽ കൺസൾട്ടന്റിന്റെ ആരുടെയാണോ ഫോൺ നമ്പർ അല്ലെ ഇമെയിൽ ഐ ഡി തിരുത്തേണ്ടത് അവരുടെ സിഗ്നേച്ചർ ആണ് വേണ്ടത്. അപ്ലൈൻ ലെറ്റർ എഴുതി അപ്ലോഡ് ചെയ്യരുത് കേട്ടോ. കൺസൾട്ടന്റ് സൈൻ ചെയ്ത ലെറ്റർ ആയിരിക്കണം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അവർ ഒരു ലെറ്റർ എഴുതി സൈൻ ചെയ്ത് നമുക്ക് വാട്സപ്പ് ത്രൂ അയച്ചു തന്നാലും മതി, അപ്ലൈൻ അയച്ചു കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് ഇത് അപ്ലോഡ് ചെയ്യാൻ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യല്ലേ വേണ്ടു, നമുക്ക് അതിന്റെ ഒറിജിനലിന്റെ ആവശ്യം അങ്ങനെയൊന്നും വരുന്നില്ല. Okay, so which is very simple. Phone number and email ID correction, ആപ്പ് ത്രൂ ആയാലും വെബ്സൈറ്റ് ത്രൂ ആയാലും സെയിം ഓപ്ഷൻ ആണ്. സർവീസ് റിക്വസ്റ്റ് ഓപ്ഷൻ പോവുക. സർവീസ് റിക്വസ്റ്റില് ക്രിയേറ്റ് സർവീസ് റിക്വസ്റ്റിൽ നമുക്ക് റിക്വസ്റ്റ് സബ്മിറ്റ് റിക്വസ്റ്റ് ചോദിക്കും. അവിടുന്ന് എന്താണോ നമുക്ക് വേണ്ട കറക്ഷൻ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ അപ്ഡേറ്റ് മൊബൈൽ ആൻഡ് ഇമെയിൽ ഐ ഡി പറഞ്ഞു. ഇനി നെക്സ്റ്റ് കറക്ഷൻ മേഡം, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ പിന്നെ എന്നിട്ടും എനിക്ക് വേറൊരു ഫോൺ നമ്പർ 2 സിമ്മുള്ളതുകൊണ്ട് വേറൊരു സിമ്മില്ല മെസ്സേജ് ഒക്കെ വരുത്തി. അപ്പൊ ഇപ്പോ എന്റെ നമ്പറിലേക്ക് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടില്ല. അതെന്താ ചെയ്യേണ്ടി? അന്നേരം സക്സസ്ഫുള്ളി എന്നൊക്കെ കാണിച്ചില്ലേ? മെസ്സേജ് ഇപ്പൊ നോട്ടിഫിക്കേഷനാ വരുന്നത്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ബെല്ലൈക്കൺ കാണും അതിനകത്ത്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും വരും, നോക്കിയാൽ മതി. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ മുതിക്കുന്ന മെസ്സേജസും ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമ്മള് സൈൻ ഇൻ ചെയ്തു. നമ്മള് സർവീസ് റിക്വസ്റ്റ് ഓപ്ഷൻ എടുത്തു. സർവീസ് റിക്വസ്റ്റ് ഓപ്ഷനകത്ത് ക്രിയേറ്റ് ന്യൂ റിക്വസ്റ്റ് കൊടുത്തു. ക്രിയേറ്റ് ന്യൂ റിക്വസ്റ്റിനകത്ത് നമ്മൾ ആദ്യം മൊബൈൽ ആൻഡ് ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പാൻ അപ്ഡേറ്റ്. പാൻ അപ്ഡേഷൻ വരുന്നതിന് സെയിം തന്നെ സെൽഫ് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലൈൻ ഓപ്ഷൻ ഉണ്ട്. സെൽഫ് ഓപ്ഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ പേരും നമ്മളുടെ NC നമ്പറും കാണും. പാൻ നമ്പർ നമ്മുടെ പാൻ കാർഡ് നോക്കി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയൽസിന്റെ അടുത്ത് നമ്മൾ പാൻ കാർഡിന്റെ ഫ്രണ്ട് പേജിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. പാൻ പ്രോസസിംഗ് ടൈം 10 വർക്കിംഗ് ഡേയ്സ് ആണ്. അത് നമ്മൾ ഈ ബാക്കിയുള്ള കറക്ഷൻ ചെയ്യുന്ന പോലെ ഒരു 48 അവേഴ്സിനുള്ളിൽ ക്ലിയർ ആയി വരത്തില്ല. കാരണം അതൊരു NSDL ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അത് അപ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് അതൊരു ചെറിയ കാലതാമസം വരുന്നത്. ഇതുപോലെ തന്നെ ഡൗൺലൈൻ്റെ ആണെങ്കിലും സെയിം വേ തന്നെയാണ്. പ്രത്യേകിച്ച് അതിനകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. അവരുടെ NC നമ്പർ കൊടുക്കുക, പേര് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പാൻ നമ്പർ നോക്കി ടൈപ്പ് ചെയ്യുക, ചൂസ് ഫയൽസിന്റെ അടുക്ക പോയി
നമ്മൾ കൺസൾട്ടന്റ് അയച്ചു തന്നേക്കുന്ന പാൻ കാർഡിന്റെ കോപ്പി അറ്റാച്ച് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. ഇതാകുമ്പോൾ നമ്മൾ പാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തു. ഇത് നമ്മൾ 10 വർക്കിംഗ് ഡേയ്സ് ആണ് പ്രോസസിംഗ് ടൈം. 10 വർക്കിംഗ് ഡേയ്സ് ആണ്. ബാക്കിയെല്ലാം 48 hours ക്ലിയർ ആവും. പാൻ സിമ്പിൾ ആണ്. ജസ്റ്റ് പാൻ നമ്പറും പാൻ കാർഡിന്റെ ഫ്രണ്ട് പേജിന്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് സർവീസ് റിക്വസ്റ്റ് ത്രൂ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രൊഫൈലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ NEFT KYC ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പ്രൊഫൈലിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ ഓപ്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നെയിം കറക്ഷൻ. ഇതാണ് എല്ലാവർക്കും എപ്പോഴും തെറ്റാറുള്ള ഒരു ഓപ്ഷനാണ്. നെയിം കറക്ഷൻ ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാല് പല രീതിയിൽ തെറ്റും. ചിലപ്പം I വേണ്ടടുത്ത് Y വരും, അല്ലെങ്കിൽ ചിലര് വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്, ചിലര് ഹസ്ബൻഡിന്റെ പേര് കൂട്ടി എഴുതും, അച്ഛന്റെ പേരായിരിക്കും സർനെയിം ആയിട്ടുണ്ടാകുക. കല്യാണം കഴിയുമ്പം സർനെയിം ചേഞ്ച് വരും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് വരും. ഇങ്ങനെയൊക്കെയുള്ള പല പല റീസൺസ് കൊണ്ട് നെയിം കറക്ഷൻസ് സംഭവിക്കാം, അല്ലെങ്കിൽ ലീഗലി നെയിം കറക്ഷൻസ് വരാം. അപ്പം ഇങ്ങനെ പല പല റീസൺസ് ഉണ്ട് നെയിം കറക്ഷന്റെ വരുന്നത്. അപ്പം അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൽഫ് നോക്കാം. ഇതിന് വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം തന്നെ. സെൽഫിന്റെ ആണെങ്കിലും ഡൗൺലൈന്റെ ആണെങ്കിലും സെയിം തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ എന്റെ പേര് എനിക്ക് തിരുത്തണം. അപ്പൊ ഞാൻ എന്റെ ഐഡിയിൽ ലോഗിൻ ചെയ്തു, സെൽഫ് ഓപ്ഷൻ കൊടുത്തു. ഇവിടെ എന്റെ MC നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ടൈറ്റിൽസിന്റെ അടുത്ത് നമ്മുടെ സല്യൂട്ടേഷൻ മിസ്റ്ററോ മിസ്സിസോ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി ഫസ്റ്റ് നെയിം, എന്റെ പേര് എനിക്ക് എങ്ങനെയാണോ തിരുത്തേണ്ടത്, RUTHY. നേരത്തെ ഞാൻ I ആയിരിക്കും കൊടുത്തിരുന്നത്. ഇപ്പൊ എന്റെ പേര് മാറ്റി എനിക്ക് എങ്ങനെയാണോ വേണ്ടത് Y ആണ് വേണ്ടത്, അത് ഞാൻ കൊടുത്തു. എന്റെ ലാസ്റ്റ് നെയിം പേര് R. ഇനിഷ്യൽ ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് കോളത്തിന്റെ അവിടെ ഇടാം. അടുത്ത ഇത്ര ഇതിന് റീസൺ ഫോർ ദ ചേഞ്ച്. ഇവിടെ എന്തോ റീസൺ കൊടുത്തിരുന്നു, ലീഗൽ ചേഞ്ച് നെയിം, നിയമപരമായി എന്റെ പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മാരേജ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം സർനെയിം ചേഞ്ച് ചെയ്തതാണെങ്കിൽ നമുക്ക് മാരേജ് ഓപ്ഷൻ ചെയ്യാം. മൂന്നാമത്തെ ആയിരിക്കും എപ്പോഴും സംഭവിക്കുക, നെയിം റോങ്ലി സ്പെൽഡ്, അതായത് അക്ഷരത്തെറ്റ് സംഭവിച്ചു, ടൈപ്പ് ചെയ്ത സമയത്ത് എന്തെങ്കിലും കറക്ഷൻ പറ്റി, അത് നമുക്ക് അവിടുന്ന് മെൻഷൻ ചെയ്യാം. അത് മെൻഷൻ ചെയ്തിട്ട് പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചാല്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയിം കറക്ഷന് എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്ന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്ന് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, റിക്വസ്റ്റ് ലെറ്റർ ഫ്രം ദ കൺസൾട്ടന്റ്, പ്രൂഫ് ഓഫ് ദ കറക്റ്റ് നെയിം, വാലിഡ് സിഗ്നേച്ചർ പ്രൂഫ്. കണ്ടോ, റിക്വസ്റ്റ് ലെറ്റർ ഫ്രം ദ കൺസൾട്ടന്റ്, കൺസൾട്ടന്റിന്റെ റിക്വസ്റ്റ് ലെറ്റർ, കൺസൾട്ടന്റ് സൈൻ ചെയ്ത റിക്വസ്റ്റ് ലെറ്റർ ഒന്ന്. പിന്നെ പ്രൂഫ് ഓഫ് ദ കറക്റ്റ് നെയിം, കറക്റ്റ് പേരുള്ള പ്രൂഫ്, ഏതെങ്കിലും ഒരു KYC ഡോക്യുമെന്റ്, ആധാറോ വോട്ടർ ഐഡിയോ എന്തെങ്കിലും കൊടുക്കാം. ഇനി വാലിഡ് സിഗ്നേച്ചർ പ്രൂഫ്. വാലിഡ് സിഗ്നേച്ചർ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു നേരത്തെ, സിഗ്നേച്ചർ പ്രൂഫ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിഗ്നേച്ചർ പ്രൂഫ് ഏതൊക്കെയാ? പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്. ഈ മൂന്നിലെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സിഗ്നേച്ചർ പ്രൂഫ് ആയിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അഡ്രസ് പ്രൂഫ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? നമ്മുടെ വോട്ടർ ഐഡിയും ആധാറും നമുക്ക് കൊടുക്കാം. ഇനി വേറൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ മാരേജിന് ശേഷം സർനെയിം ചേഞ്ച് ആയെന്ന് പറഞ്ഞു. സർനെയിം ചേഞ്ച് ആയതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഒന്നുകിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഈ 3 ഡോക്യുമെന്റിന്റെ ഒപ്പത്തെ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആധാർ ആണെന്നുണ്ടെങ്കിൽ, പുതിയ ആധാർ ആണെങ്കിൽ അതിനകത്ത് വൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. വൈഫ് ലേഡീസ് ആയിരിക്കുമല്ലോ സർനെയിം ചേഞ്ച് ചെയ്യുന്നത്, അപ്പൊ പിന്നെ അതിനകത്ത് വൈഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും പുതിയ ആധാർ ആണെങ്കിൽ. ഇല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി ഈ ഒരു അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റിനകത്ത്. ഓക്കെ, എന്തൊക്കെ കൊടുക്കാം? റിക്വസ്റ്റ് ലെറ്റർ ഫ്രം ദ കൺസൾട്ടന്റ്, ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, റിക്വസ്റ്റ് ലെറ്റർ ഫ്രം ദ കൺസൾട്ടന്റ്, കൺസൾട്ടന്റ് സൈൻ ചെയ്ത റിക്വസ്റ്റ് ലെറ്റർ, പ്രൂഫ് ഓഫ് ദ കറക്റ്റ് നെയിം, കറക്റ്റ് പേരുള്ള പ്രൂഫ്, ഒരു പ്രൂഫ്, ഒന്നുകിൽ ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐഡി, ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, പിന്നെ വാലിഡ് സിഗ്നേച്ചർ പ്രൂഫ്. സിഗ്നേച്ചർ പ്രൂഫ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്. ഇത് മൂന്നിലെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്. ഇത്രയും ഡോക്യുമെന്റ് ആണ് നമുക്ക് നെയിം കറക്ഷന് വേണ്ടത്. റിക്വസ്റ്റ് ലെറ്റർ വേണം, ഒരു ID പ്രൂഫ് വേണം, ഒരു സിഗ്നേച്ചർ പ്രൂഫ് വേണം.
3 ഡോക്യുമെന്റ് ആണ് നെയിം കറക്ഷന് കൊടുക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ സർനെയിം ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ആധാറിനകത്ത് പേര് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അഡീഷണൽ ഡോക്യുമെന്റ് ആയിട്ട് ഇതിന്റെ ഒപ്പത്തിൽ കൊടുക്കാം. ഇനി നമുക്ക് സപ്പോസ് വേറെ ഇതൊന്നും അല്ലാതെ കണ്ടുവരുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാല് സ്പോൺസറിങ് ചെയ്യുന്ന സമയത്ത് പേര് ചോദിക്കുമ്പോൾ ബൈ മിസ്റ്റേക്കലി സ്പോൺസറിന്റെ പേര് തന്നെ കൊടുക്കും. അതായത് എന്റെ ഡീറ്റെയിൽസ് ഡൗൺലൈൻ്റെ ആയിരിക്കും, പേര് കൊടുത്തത് സ്പോൺസറിന്റെ. അത് എന്താ പറ്റുന്ന വെച്ചാല് ഇപ്പൊ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ സ്പോൺസറിന്റെ പേരാണോ ചോദിച്ചാൽ ഫസ്റ്റ് ടൈം ഒക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കൺസൾട്ടന്റ്, ഫ്രഷ് ആയിട്ട് ജോയിൻ ആയ കൺസൾട്ടന്റ്, അവരുടെ താഴെ ആരെങ്കിലും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ മിസ്റ്റേക്സ് വരാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഈ 3 ഡോക്യുമെന്റിന്റെ ഒപ്പത്തില്, അതായത് കൺസൾട്ടന്റിന്റെ റിക്വസ്റ്റ് ലെറ്റർ, കൺസൾട്ടന്റിന്റെ ID പ്രൂഫ്, കൺസൾട്ടന്റിന്റെ സിഗ്നേച്ചർ പ്രൂഫ്, ഈ 3 ഡോക്യുമെന്റിന്റെ ഒപ്പത്തിൽ സ്പോൺസറിന്റെ റിക്വസ്റ്റ് ലെറ്ററും സ്പോൺസറിന്റെ സിഗ്നേച്ചർ പ്രൂഫും കൂടെ അറ്റാച്ച് ചെയ്ത് സപ്പോർട്ടിൽ മെയിൽ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ കറക്ഷൻ, അതായത് അപ്ലൈന്റെ പേരിന് പകരം കറക്റ്റ് ആളുടെ, നമ്മുടെ ഡൗൺലൈൻ ആരാണോ അവരുടെ പേര് ആഡ് ആയി വരും. ഇത് ജോയിൻ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ റിക്വസ്റ്റ് കൊടുക്കണം. ജോയിൻ ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ റിക്വസ്റ്റ് കൊടുത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? വേണ്ട ഡോക്യുമെന്റ്, ഈ ഡോക്യുമെന്റ് തന്നെ എക്സ്ട്രാ 2 ഡോക്യുമെന്റും കൂടെ മതി. നമ്മുടെ കൺസൾട്ടന്റിന്റെ ലെറ്ററും ID പ്രൂഫ്, സിഗ്നേച്ചർ പ്രൂഫ് ഓട്ടോമാറ്റിക്കലി എല്ലാ നെയിം കറക്ഷനും വേണ്ടതാണ്. ഇനി സ്പോൺസറിന്റെ ഇതുകൊണ്ടിട്ട് തെറ്റിയത് കൊണ്ട് സ്പോൺസറിന്റെ ലെറ്ററും സ്പോൺസറിന്റെ സിഗ്നേച്ചർ പ്രൂഫ്, പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൂടെ അറ്റാച്ച് ചെയ്ത് സപ്പോർട്ടിൽ മെയിൽ ചെയ്യാം. ഇതാണ് സ്പോൺസറിന്റെ പേര് മെയിൻ ആപ്ലിക്കന്റിന് പകരം വന്നാൽ ചെയ്യേണ്ട പ്രൊസീജിയർ. അങ്ങനെ ചെയ്യുന്നത് ജോയിൻ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ റിക്വസ്റ്റ് കൊടുക്കണം. ഓക്കെ. ഇനി നമ്മളിപ്പോ സെൽഫ് പറഞ്ഞു. ഇനി ഡൗൺലൈനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സെയിം പ്രൊസീജിയർ ആണ്. നമ്മളിവിടെ സെൽഫിന് പകരം ഡൗൺലൈൻ സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഡൗൺലൈനിന്റെ MCA നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഡൗൺലൈനിന്റെ പേര് വരും. ഇനി റീസൺ, എന്റെ പേര് എങ്ങനെയാണോ വേണ്ടത് അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. സല്യൂട്ടേഷൻ മിസ്റ്ററോ മിസ്സസോ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഫസ്റ്റ് നെയിം എന്റെ പേര് കൊടുത്തു, ലാസ്റ്റ് നെയിം എന്റെ ഇനിഷ്യലോ അല്ലെങ്കിൽ എന്റെ സർനെയിം ഉണ്ടെങ്കിൽ അതും എനിക്ക് കൊടുക്കാം. പിന്നെ റീസൺ ഫോർ ദ ചേഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മാരേജ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ നെയിം റോങ്ലി സ്പെൽഡ് അത് കൊടുക്കാം. അതിന് താഴെ റിക്വസ്റ്റ് ലെറ്റർ ഫ്രം ദ കൺസൾട്ടന്റ്, പ്രൂഫ് ഓഫ് ദ കറക്റ്റ് നെയിം, വാലിഡ് സിഗ്നേച്ചർ പ്രൂഫ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസൾട്ടന്റ് സൈൻ ചെയ്ത റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കാം, പ്രൂഫ് ഓഫ് ദ കറക്റ്റ് നെയിം, കറക്റ്റ് പേരുള്ള ഒരു ID പ്രൂഫ് കൊടുക്കാം, കറക്റ്റ് പേരുള്ള ഒരു സിഗ്നേച്ചർ പ്രൂഫ് കൊടുക്കാം. ഇത് 3ഉം അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ 48 ഹവേഴ്സിനുള്ളിൽ ഇത് ക്ലിയർ ആവും. ഇൻ കേസ് ഇനി നമുക്കൊരു സർവീസ് റിക്വസ്റ്റ് നമ്പർ കിട്ടും. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സർവീസ് റിക്വസ്റ്റ് നമ്പർ കിട്ടും. ആ നമ്പർ ഇതുപോലെ തന്നെ ഈ സർവീസ് റിക്വസ്റ്റ് ലിസ്റ്റിൽ കാണിക്കും. നേരത്തെ നമ്മൾ അപ്ഡേഷൻ കൊടുത്തതിന്റെ നമ്പർ ഇപ്പൊ ഇതുണ്ട്, 431332 മൊബൈൽ ആൻഡ് ഇമെയിൽ ID അപ്ഡേറ്റ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ പോയാൽ എങ്ങനെയാണോ എന്ത് പറഞ്ഞിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് ട്രാക്ക് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഈ SR നമ്പർ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇതിന്റെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ട്രാക്ക് ചെയ്യാം. ഇപ്പൊ 43 ഇപ്പൊ വെബ്സൈറ്റിലാണ് എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് എടുക്കുക, ഇതിൽ ട്രാക്ക് യുവർ SR എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? സെയിം ഓപ്ഷൻ തന്നെ നമ്മൾ സർവീസ് റിക്വസ്റ്റ് ഓപ്ഷൻ പോയി, സർവീസ് റിക്വസ്റ്റ് ഓപ്ഷൻ പോയതിന്റെ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ട്രാക്ക് യുവർ SR. ട്രാക്ക് യുവർ SR ഓപ്ഷൻ എടുക്കുക. ട്രാക്ക് യുവർ SRനകത്ത് ഉണ്ടോ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കാണുള്ളൂ. ഇനി നമ്മുടെ സബ്മിഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടെ കൊടുത്താൽ അത് എന്താണോ കമന്റ് വന്നത് അത് അതിനകത്ത് കാണിക്കും. ഓക്കെ. ഇവിടെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ സർവീസ് റിക്വസ്റ്റ് നമ്പർ ഇവിടെ കൊടുത്താൽ അത് സെർച്ച് ചെയ്ത് കാണിക്കും അതിനെന്തുവാണ് നമുക്ക് കമന്റ് ഇട്ടേക്കുന്നത്. അത് ക്ലിയർ ആണെങ്കിൽ ഇവിടെ ക്ലിയർഡ്, ഇത് ക്ലോസ്ഡ് എന്ന് കാണിക്കും, സ്റ്റേറ്റസ് ക്ലോസ്ഡ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കറക്റ്റഡ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇനി അല്ല അഡീഷണൽ എന്തെങ്കിലും ഡോക്യുമെന്റ് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പേജിൽ അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അത്രയാണ് നെയിം കറക്ഷന്റെ കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ
ഓർഡർ റിലേറ്റഡ് ക്വയറീസ് ഇപ്പൊ നമുക്ക് എന്തൊക്കെയാ വരുന്നത്? ഓർഡർ വൈസ് പാക്കിംഗ്, DPക്ക് ആണെങ്കിൽ പാക്കിംഗ് ലിസ്റ്റ് വൈസ് ചേസ് ചെയ്യാം. ഓർഡർ നമ്പർ വൈസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തിനൊക്കെ നമുക്ക് കൊടുക്കാം? റിപ്പോർട്ട് ഫോർ ഷോർട്ടേജിന് കൊടുക്കാം, ഡാമേജിന് കൊടുക്കാം, ക്വാളിറ്റി ഇഷ്യൂവിന് കൊടുക്കാം, റിപ്പോർട്ട് ഫോർ ഇന്റർചേഞ്ച് ആൻഡ് എക്സസ് ഗുഡ്സ് ഇന്റർചേഞ്ചിന് കൊടുക്കാം, റിപ്പോർട്ട് ഫോർ ഡിലേ ഡെലിവറി, നമുക്ക് പറഞ്ഞ ടാറ്റ് കഴിഞ്ഞിട്ടും പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡിലേ ഡെലിവറിക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഇനി അതല്ല ഓർഡർ ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഓർഡർ ക്യാൻസലേഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് റീസൺ കൊണ്ടിട്ടാണ് ഓർഡർ ക്യാൻസൽ ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കും അതിനകത്ത്. അപ്പം ഇവിടെ നമ്മൾ ഓർഡർ നമ്പർ കൊടുത്ത് ഓർഡർ ക്യാൻസലേഷൻ കൊടുത്ത് നെക്സ്റ്റ് പേജ് പോയി കഴിയുമ്പോൾ നമുക്ക് കമന്റ് ചോദിക്കും. അതിനകത്ത് ജസ്റ്റ് എന്താണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന സർവീസ് റിക്വസ്റ്റ് നമ്പർ കസ്റ്റമർ കെയറിൽ വിളിച്ച് ഇതിന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ആസാദി കോൾ സെന്റർ നമ്പർ 0124691290. ഇതാണ് നമ്മുടെ കോൾ സെന്റർ നമ്പർ. കോൾ സെന്ററിൽ ഈ നമുക്ക് കിട്ടിയ സർവീസ് റിക്വസ്റ്റ് നമ്പർ വിളിച്ചു കൊടുത്താൽ ഓർഡർ ക്യാൻസലേഷൻ ആണെങ്കിൽ കൺസൾട്ടന്റിന് ഈ ഓർഡർ ഡെസ്പാച്ച് ആവുന്നതിന് മുമ്പേ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെയർ ഹൗസിൽ വിളിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിക്കും. കാരണം ഈ കോൾ സെന്ററിൽ നമ്മൾ സർവീസ് റിക്വസ്റ്റ് നമ്പർ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ അവർക്ക് അത്രയും പെട്ടെന്ന് വെയർ ഹൗസിനെ ഇൻഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓർഡർ ക്യാൻസലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ക്യാൻസലേഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന സർവീസ് റിക്വസ്റ്റ് നമ്പർ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ സെന്റർ നമ്പറിൽ വിളിച്ചിട്ട് അവരെ ഇൻഫോം ചെയ്യുക. അവർ വെയർ ഹൗസിന് റെസ്പെക്റ്റീവ് വെയർ ഹൗസിന് അവരതൊരു അസൈൻ ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് ഓർഡർ ക്യാൻസലേഷൻ ഫോം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോം 16 അപ്ഡേറ്റ്. ഫോം 16 ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കൊടുത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫോം 16 നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ ഡാഷ്ബോർഡിൽ സെക്കൻഡ് പേജ്, അതായത് ഇപ്പൊ നമ്മൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുവാണ്, നമ്മുടെ MCA നമ്പറിന് പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ ഇതില് നെക്സ്റ്റ് പേജ് ഇതുണ്ട്, ഇങ്ങോട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ ഈ ബിസിനസ് സമ്മറി എന്ന് പറയുന്ന കോളത്തിൽ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് പോയാൽ ഇവിടെ ഫോം 16 TCS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ഫോം 16 നമുക്ക് കൃത്യമായിട്ട് പാൻ അപ്രൂവ്ഡ് ആണെങ്കിലും അതത് ക്വാർട്ടർ എൻഡ് ചെയ്യുമ്പോൾ ക്വാർട്ടർ അവസാനിക്കുമ്പോൾ ഇവിടെ അതത് ക്വാർട്ടറിന്റെ ഫോം 16 നമ്മൾ അപ്ലോഡ് ചെയ്യും. അത് വേറെ സർവീസ് റിക്വസ്റ്റ് പോകേണ്ട ആവശ്യം വരത്തില്ല. ഡാഷ്ബോർഡിൽ തന്നെ അത് അവൈലബിൾ ആണ്. സെക്കൻഡ് പേജിലാണ് കേട്ടോ നമ്മൾ ലോഗിൻ ചെയ്ത്. ഇത് ഫസ്റ്റ് പേജ് ഡാഷ്ബോർഡിന്റെ, ഇതിന്റെ സെക്കൻഡ് പേജിൽ ഫോം 16 അവൈലബിൾ ആണ് ഈ ഒരു പോർഷനിൽ. ഇനി നെക്സ്റ്റ് വന്നിട്ട് IFSC കോഡ് അപ്ഡേറ്റ്. IFSC കോഡ് അപ്ഡേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഒരു കൺസൾട്ടന്റിനെ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്ന സമയത്ത് അവരുടെ NEFT ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അവരുടെ IFSC കോഡ് കൊടുക്കുമ്പോൾ IFSC കോഡ് ഇൻവാലിഡ് എന്ന് കാണിക്കും. IFSC കോഡ് ഇൻവാലിഡ് എന്ന് കാണിക്കുന്നത് IFSC കോഡ് ഇൻവാലിഡ് ആയിട്ടല്ല. മോദി കെയറിൽ IFSC അതിന്റെ റെക്കോർഡ്സ് മോദി കെയറിൽ ആഡഡ് അല്ലാത്തതുകൊണ്ടിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാങ്കിന്റെ പേരും ബ്രാഞ്ചിന്റെ പേരും സിറ്റി നെയിമും കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ബാക്ക് എൻഡിൽ അവരത് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞ് ഈ സർവീസ് റിക്വസ്റ്റ് ക്ലോസ് ചെയ്താകുമ്പോഴത്തേക്ക് നമുക്ക് അഗെയിൻ നമുക്ക് അവരെ കൊണ്ട് ജോയിൻ ചെയ്യിക്കാം. ഈ സെയിം ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. വൺസ് ജോയിൻ ആയി കഴിഞ്ഞതിന് ശേഷവും നമുക്ക് അവരുടെ IDയിൽ കയറിയിട്ട് NEFT അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. IFSC കോഡ് ഇൻവാലിഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് IFSC കോഡിന്റെ പ്രശ്നമല്ല, നമ്മൾക്ക് ഈ IFSCയുടെ റെക്കോർഡ്സ് ബാക്ക് എൻഡിൽ അപ്ഡേറ്റ് ആവാത്തോണ്ടിട്ടാണ്. അപ്പൊ ഈ ഒരു സർവീസ് റിക്വസ്റ്റ് ഓപ്ഷനിൽ പോവുക, അപ്ഡേറ്റ് IFSC കോഡ് സെലക്ട് ചെയ്യുക, അവിടുന്ന് 11 ഡിജിറ്റ് IFSC കോഡ് ടൈപ്പ് ചെയ്യുക, ബാങ്കിന്റെ പേര്, ബ്രാഞ്ചിന്റെ പേര്, സിറ്റി നെയിം ഇത്രയും ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. IFSC കോഡ് എൻഡ് ചെയ്യും. പിന്നുള്ളത് റെക്കഗ്നീഷൻ മെറ്റീരിയൽ. റെക്കഗ്നീഷൻ മെറ്റീരിയൽ വെച്ചാൽ നമ്മൾ കണക്ട് മാഗസീനിൽ റെക്കഗ്നീഷൻ ഫോട്ടോയും റൈറ്റപ്സും വരും. അത് ടൈറ്റിൽ പ്ലാറ്റിനം ആൻഡ് അബോവ് ആയിട്ടുള്ളവർക്കാണ് ഫോട്ടോ റൈറ്റപ്പ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ്. DP ക്ലോഷർ ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. DPക്കാണ് DP ക്ലോഷർ വരിക. സാധാ കൺസൾട്ടന്റിനാണെങ്കിൽ റിസൈൻ ആസ് എ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും വരിക. അത് ID റിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്.
അത് ദയവ് ചെയ്ത് അത് വർക്ക് ആവുമോ ഇല്ലയോ എന്നൊന്നും ആരും അത് ടച്ച് ചെയ്ത് നോക്കരുത്. കാരണം അത് 3 പ്രാവശ്യം ചോദിക്കും. ആർ യു ഷുവർ യു വാണ്ട് ടു റിസൈൻ എന്ന് ചോദിക്കും. അടുത്ത പ്രാവശ്യം തന്നെ അത് കട്ടാവും, നമ്മുടെ ഐഡിയും പോവും. അതുകൊണ്ട് ബാക്കി എല്ലാ ഓപ്ഷൻസും വർക്ക് ആവുമോ നോക്കുന്ന പോലെ ആ ഓപ്ഷൻസ് നോക്കരുത്. പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. പിന്നെ നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് അപ്രൂവൽ ഒക്കെ എടുത്ത് പിന്നെ വലിയ പണിയാവും. ഓക്കെ, അപ്പൊ അതാണ് സർവീസ് റിക്വസ്റ്റ് ഓപ്ഷൻസ്, നമ്മുടെ റെക്കോർഡ് ചേഞ്ച് ഓപ്ഷൻസ് ഒക്കെ. ഇതില് നമുക്ക് ചെയ്യാൻ ഈ ഓപ്ഷൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷൻ, അത് നമുക്ക് ഇതിനകത്തൂടെ ചെയ്യാൻ പറ്റത്തില്ല. സപ്പോർട്ടിൽ മെയിൽ അയച്ച് തന്നെ ചെയ്യണം. സെയിം ഡോക്യുമെന്റ് നമ്മൾ നെയിം കറക്ഷൻ സെയിം ഡോക്യുമെന്റ് തന്നെയാണ്. ഒരു ഐ ഡി പ്രൂഫ്, ഒരു സിഗ്നേച്ചർ പ്രൂഫ്, ഒരു റിക്വസ്റ്റ് ലെറ്റർ, ഇത്രയും അറ്റാച്ച് ചെയ്തിട്ട് സപ്പോർട്ടിൽ മെയിൽ ചെയ്താൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷന്. അഡ്രസ് കറക്ഷൻ മാസത്തിൽ ഒരു പ്രാവശ്യം വെബ്സൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അഡ്രസ് കറക്ഷൻ, അതായത് നമ്മളിപ്പോ പേജ് എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ അപ്ഡേറ്റ് അഡ്രസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ആക്സസ് ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 ഡോക്യുമെന്റ്, അതായത് ഐ ഡി പ്രൂഫും സിഗ്നേച്ചർ പ്രൂഫും ലെറ്ററും കൂടെ അറ്റാച്ച് ചെയ്ത് സപ്പോർട്ടിൽ മെയിൽ ചെയ്താൽ മതി. ആ ലെറ്ററിനകത്ത് അഡ്രസ് കറക്ഷനും മെൻഷൻ ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അതാണ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. സർവീസ് റിക്വസ്റ്റ് ഓപ്ഷൻ, റെക്കോർഡ് ചേഞ്ചസ്. എന്തെങ്കിലും മനസ്സിലായി?